അപ്പൊ നീ നിന്നെ തന്നെ നിന്റെ ഒരു കൈ വെട്ടിയെടുത്ത് നിന്റെ സ്നേഹം കൊണ്ട് നിന്റെ അപ്പന് കൊടുത്തു. കൈ വെട്ടിയെടുത്തിട്ട് കൊടുത്തേ. എന്നിട്ട് അപ്പൻ നിന്നോടൊരു സ്നേഹം കാണിക്കാതിരുന്നാൽ നിനക്ക് എന്തു തോന്നും? വിഷമം തോന്നും അല്ലേ? അപ്പന് നീ 2 മിഠായി കൊടുത്തു എന്ന് വിചാരിക്കും. 2 മിഠായി, ചെറിനപ്പ നിനക്കിരിക്കട്ടെ 2 മിഠായി. പക്ഷെ അപ്പൻ നിന്നോട് അധികം സ്നേഹമൊന്നും പ്രകടിപ്പിച്ചില്ല. അപ്പൊ നിനക്ക് തോന്നുന്ന വിഷമം കൈ വെട്ടിക്കൊടുക്കുന്ന അത്രയും വരുമോ? വരില്ല. 2 മിഠായി അല്ലേ, പോട്ടെ, ഇനി ഇയാൾക്ക് മിഠായി കൊടുക്കില്ല എന്ന് പറയും. പക്ഷെ വെട്ടിയ കൈ നിനക്ക് തിരിച്ചു വരോ? ഏഞ്ചലേ, നിന്റെ കൈ വെട്ടി നിന്റെ അപ്പനെ നീ കൊടുത്തു എന്നിരിക്കും. ആ കൈ നിനക്ക് ഇനി തിരിച്ചു കിട്ടോ? ഇല്ല, പോയി. ഇനി എന്നേക്കുമായി നീ ഒറ്റക്കൈയെത്തിയാണ്. ഇത്രയും സ്നേഹം കാണിച്ചിട്ടും അപ്പൻ നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിനക്ക് എന്തോരം വിഷമമുണ്ടാകും. അപ്പൊ നമ്മുടെ ഈശോയുടെ ശരീരവും രക്തവും മുഴുവനായും മുറിക്കപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ട് നമ്മൾ ഈശോയെ തിരിച്ച് സ്നേഹിക്കാതിരിക്കുമ്പോൾ എന്തോരം വിഷമം ഉണ്ടാവും ഈശോയ്ക്ക്. നമുക്ക് കുമ്പസാരിക്കാൻ സമയമില്ല, നമുക്ക് ഒരുക്കാൻ സമയമില്ല, നമുക്കൊന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സമയമില്ല, നമുക്ക് തിരക്കാണ്. എവിടേക്കാണ് ഓടുന്നത്? അവസാനം എത്തിച്ചേരാനുള്ളത് കർത്താവിന്റെ അടുത്തേക്കാണ്.